ഹായ് ഡിയേഴ്സ്, ഏവർക്കും ടോസ് അക്കാഡമിയുടെ ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും സിടെറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സിടെറ്റ് എക്സാം അതേപോലെ തന്നെ കേടെറ്റ് എക്സാമിൻ്റെ ഒക്കെ തന്നെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേടെറ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അധികം വൈകാതെ സിടെറ്റിനകത്തും ഇതുപോലെയുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സിടെറ്റ് എക്സാമിന്റെ പ്രാധാന്യവും കേട്ടറ്റിനൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്നുമുണ്ട്. അപ്പോൾ എത്ര വേഗം ഒരു എക്സാം ക്ലിയർ ചെയ്യാമോ അത്ര വേഗം നിങ്ങൾ ക്ലിയർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ വരാൻ പോകുന്ന സിടെറ്റ് സോഷ്യൽ സയൻസ് എക്സാമുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ആവർത്തിച്ചു വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും എക്സ്പ്ലനേഷനുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ ആദ്യാവസാനം വരെ കാണുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ലിത്തോസ്ഫിയറിന്റെ ഏരിയയിൽ നിന്നും റോക്സിന്റെ പോർഷൻ എന്ന് പറയുന്നത്. പൊതുവെ വരുന്നത് ഇഗ്നൈസ് റോക്സ്, സെഡിമെന്ററി റോക്സ് ആൻഡ് മെറ്റഫോമിക് റോക്സ് എന്നിങ്ങനെയാണ്. അപ്പോൾ ഈ ഓരോ റോക്സും ഫോം ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒറിജിനെ കുറിച്ചിട്ടാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഗ്നൈസ് റോക്സ് എന്ന് പറയുമ്പോൾ ദ റോക്സ് ആർ ഫോംഡ് ബൈ മോൾട്ടൺ rock material rising through the fissure in the crust and solidifying either on the surface of earth within the crust. അപ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോൾട്ടൺ മാഗ്മയാണ് ഈ ഒരു ഇഗ്നൈസ് റോക്സിന്റെ ഫോർമേഷനിലേക്ക് നയിക്കുന്നത്. അപ്പം ഓപ്ഷൻ എക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. അടുത്തത് സെഡിമെന്ററി റോക്സ് ആണ്. അപ്പോൾ സെഡിമെന്ററി റോക്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു റോക്സ് ഫോം ചെയ്തു വരുന്നത് ദ റോക്സ് അണ്ടർഗോ വെതറിംഗ് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ദാറ്റ് debris so formed will be deposited in the low region as a layer. These material gradually get lithified and transformed into sedimentary rocks. അതായത് deposition by wind and water അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. ആൻഡ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട്, അതായത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് മെറ്റമോർഫിക് റോക്സുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഓരോന്നിനും എക്സാമ്പിളും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇഗ്നൈസ് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ് ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. ആൻഡ് മെറ്റമോർഫിക് റോക്സിന് എക്സാമ്പിൾ ആണ് മാർബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്ക് സൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആൻഡ് ബിക്ക് സൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആൻഡ് ലാസ്റ്റ് സിക്ക് സൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നിട്ട് 4 ആണ്. ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇഗ്നൈസ് റോക്സ് that are formed by molten magma. These rocks are formed when molten magma or lava cool and solidify. അതായത് ഈ മോൾട്ടൺ മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന റോക്സുകളാണ് ഇഗ്നൈസ് റോക്സ് എന്ന് പറയുന്നത്. ഇനി സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത് ദീസ് ആർ ഫോംഡ് ബൈ ദ അക്യുമുലേഷൻ ആൻഡ് കംപ്രഷൻ ഓഫ് ദ സെഡിമെന്റ്സ് ട്രാൻസ്പോർട്ടഡ് ബൈ ഏജൻസ് ലൈക്ക് വാട്ടർ, വിൻഡ് ആൻഡ് ഐസ്. അപ്പോൾ ജലം, അതേപോലെ തന്നെ കാറ്റ്, ഐസ് ഇവയുടെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇവ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റോക്സ് ആണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്പോസിഷന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്തത് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്, എങ്കിലും പറയാം. ദീസ് ആർ പ്രീ എക്സിസ്റ്റിംഗ് റോക്സ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഇൻടു ന്യൂ ടൈപ്പ് ഡ്യൂ ടു ദ ഇൻറ്റൻസ് ഓഫ് ഹീറ്റ് ആൻഡ് പ്രഷർ വിത്തൗട്ട് മെൽറ്റിങ്. അതായത് ഓൾറെഡി ഫോം ചെയ്തൊരു റോക്ക് തന്നെയാണ്, പക്ഷെ അതിനകത്ത് അമിതമായിട്ടുള്ള ചൂടും പ്രഷറും ഉണ്ടാകുമ്പോൾ അവ മെൽറ്റ് ചെയ്യാതെ പുതിയൊരു റോക്കായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ട് മിഡീവൽ ഹിസ്റ്ററി എന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മൻസാബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ ടേം മൻസാബ്ദാർ റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽ ഹു ഹെൽഡ് എ പൊസിഷൻ. ഇറ്റ് വാസ് ഗ്രേഡിംഗ് സിസ്റ്റം യൂസ്ഡ് ടു ഫിക്സ് റാങ്ക്, സാലറി ആൻഡ് മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസ്. ഇതിൽ നിന്നും കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്
മൻസാബ്ദാർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പൊസിഷൻ അല്ലെങ്കിൽ റാങ്ക് നിർണ്ണയിക്കുന്ന ടേം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൻസാബ് എന്ന വാക്ക് അറബിക് വേർഡാണ്. ദാറ്റ് ലിറ്ററലി മീൻസ് റാങ്ക് ഓർ പൊസിഷൻ. Mansabdar was any official or noble in Mughal Empire who held such rank, and this include almost entire ruling group spanning the nobility and the civil bureaucracy and the military hierarchy. So it was grading system used by Mughal to fix rank, salary and military responsibility. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ളതാണ്. മൻസാബ്ദാർ എന്ന് പറയുന്നത് റാങ്ക് ഓർ പൊസിഷനെ സൂചിപ്പിക്കുന്ന ടേം ആണ്. അതുപോലെ തന്നെ ഈ ഒരു റാങ്കിങ് സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആണ് പൊതുവെ റാങ്ക് ഫിക്സ് ചെയ്യുന്നതിനും സാലറി ആൻഡ് മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യുന്നതിനും യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ അക്ബർ ആണ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. So this system was structured around the numerical value is called SAT and SAVAR that determine the official standing. അപ്പോൾ റാങ്ക് ആൻഡ് സ്റ്റാറ്റസ് അഥവാ സാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. A higher SAT value indicate more prestigious position in the court and larger personal salary. And military responsibilitiesന് കൊടുക്കുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് സവാർ എന്ന് പറയുന്നത്. So this rank specified the number of savar and horses the Mansabdar required to maintain for the imperial army. And salary, Mansabdar were typically paid through revenue assignment called jagirs, to some received in cash. That's known as nakthi. ഈ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു ആംഗിളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. മൻസാബ് വാസ് ഗ്രേഡിംഗ് സിസ്റ്റം യൂസ്ഡ് ബൈ മുഗൾ ടു ഫിക്സ് റാങ്ക്, സാലറി ആൻഡ് മിലിറ്ററി റെസ്പോൺസിബിലിറ്റി. കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അതേപോലെ തന്നെ മൻസാബ് മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസ് വെയർ ഡിറ്റർമൈൻഡ് ബൈ ദ ന്യൂമറിക്കൽ വാല്യൂ കാൾഡ് സാറ്റ്. അപ്പോൾ മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസിന്റെ ന്യൂമറിക്കൽ വാല്യൂ അല്ല സാറ്റ് എന്ന് പറയുന്നത്. മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസിന്റെ ന്യൂമറിക്കൽ വാല്യൂ സവാർ ആണ്. ഹിസ്റ്ററിയിൽ നിന്ന് തന്നെയും അതായത് ഫസ്റ്റ് ഫാമേഴ്സ് ആൻഡ് ഹെർബേഴ്സിന്റെ ആ ഒരു ഏരിയയിൽ നിന്നും എപ്പോഴും ആവർത്തിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെഹർഗഡിന്റെ ഏരിയാസ്. അതായത് മെഹർഗഡ് എന്ന് പറയുന്ന ഒരു നിയോലിത്തിക് സൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആവർത്തിച്ച് കണ്ടുവരാറുണ്ട്. മറ്റ് പാലിയോലിത്തിക് അതേപോലെ തന്നെ മീസോലിത്തിക്, നിയോലിത്തിക് ഇതെല്ലാം തന്നെ മുൻവർഷങ്ങളിൽ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു ഏരിയ മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മെഹർഗഡിനെ കുറിച്ച് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. മെഹർഗഡ് വാസ് ദ പ്ലേസ് വെയർ പീപ്പിൾ ലേൺ ടു ഗ്രോ റൈസ് ആൻഡ് മൈസ് ഓഫ് ദ ഫസ്റ്റ് ടൈം. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ബോൺസ് ഓഫ് ഡിയർ, ഷീപ്പ് ആൻഡ് ഗോഡ് വെയർ ഓൾസോ ഫൗണ്ട് അറ്റ് മെഹർഗഡ്. ആൻഡ് മെഹർഗഡ് ഹൗസ് വെയർ സ്ക്വയർ ഓർ റെക്ടാംഗിൾ ഇൻ സൈസ്. അപ്പോൾ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളവ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. മെഹർഗഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ നിയോളിത്തിക് സൈറ്റ് ആണ്. മൃഗങ്ങളെ ഇണക്കി വളർത്തൽ അതുപോലെ തന്നെ കൃഷി എന്നിവയ്ക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു നിയോളിത്തിക് സൈറ്റ് ആണ് മെഹർഗഡ് എന്ന് പറയുന്നത്. ഏൻഷ്യൻ ഇന്ത്യയിലെ പ്രദേശമായിരുന്നു മെഹർഗഡ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിലാണ്. മെഹർഗഡിനെ ആർക്കിയോളജിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്നത് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിലാണ്. അപ്പോൾ നമുക്കിതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഏർലിയസ്റ്റ് പീരീഡിൽ ഫാമിങ്ങിന് പ്രസിദ്ധമാണ് മെഹർഗഡ് എങ്കിൽ പോലും അവിടെ കൾട്ടിവേഷൻ നടന്നിട്ടുള്ളത് ബാർലി ആൻഡ് വീറ്റ് ആണ്. മൈസ് ആൻഡ് റൈസ് അവിടെ കൾട്ടിവേഷൻ നടന്നിട്ടില്ല. സോ ദ റൈസ് കൾട്ടിവേഷൻ അപ്പിയർഡ് ഇൻ അതർ റീജിയൻ ഓഫ് സൗത്ത് ഏഷ്യ സച്ച് ആസ് കോൾദിഹ അറ്റ് എ ലേറ്റർ സ്റ്റേജ്. ആൻഡ് ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. So the excavation at Mehrgarh revealed a variety of animals remain in the earlier levels. Bones of wild animal like deer and pig were found, while later level showed a shift towards domesticated animals such as sheep, goat and cattle. അപ്പോൾ നിയോളിത്തിക് കാലഘട്ടത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സവിശേഷതയാണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറയുന്നത്. അതായത് മൃഗങ്ങളെ ഇണക്കി വളർത്തി എന്നുള്ളത്. അപ്പോൾ മൃഗങ്ങളെ ഇണക്കി വളർത്തി എന്നുള്ളതിന്റെ തെളിവുകളൊക്കെ തന്നെ ഈ മെഹർഗഡിൽ എക്സ്കവേഷൻ നടന്ന സമയങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്.
Remain of house found at Mehergarh were typically square or rectangle in shape, and these houses were built from mud bricks and often contained 4 or more compartments, some of which were likely used for storage. ആൻഡ് മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ട് വരാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ INCയുടെ ഫോർമേഷനെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നതാണ്. സോ അസെഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസെഷൻ വന്നിട്ട് ദാദാഭായ് നവറോജി, വൺ ഓഫ് ദ ഗ്രേറ്റ് ലീഡർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നെവർ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC. ആൻഡ് റീസൺ പറയുന്നത് ഹി വാസ് ബിസിനസ്മാൻ ആൻഡ് പബ്ലിസിസ്റ്റ് സെറ്റിൽഡ് ഇൻ ലണ്ടൻ ആൻഡ് ഫോർ സംടൈംസ് എ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. സോ ദാദാഭായ് നവറോജിയെ അറിയപ്പെടുന്നത് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഹി വാസ് ഇലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3 times. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസെഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അദ്ദേഹം 3 വട്ടമാണ് INCയുടെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൽക്കട്ട സെഷൻ 1886, ലാഹോർ സെഷൻ 1893, കൽക്കട്ട സെഷൻ 1906. ഇതിലെല്ലാം തന്നെ ദാദാഭായ് നവറോജി ആണ് INCയുടെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ദാദാഭായ് നവറോജി വാസ് സക്സസ്ഫുൾ ബിസിനസ്മാൻ ആൻഡ് പബ്ലിസിസ്റ്റ്. Most notably, he was the first Indian to elect the British House of Commons, serving as a member of Parliament for the Central Finsbury from 1892 to 1895. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ആൻഡ് റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ അസെഷൻ ഫോൾസ് ആൻഡ് റീസൺ ട്രൂ എന്നൊരു ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. 2022 മുതൽ ഇങ്ങോട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജോഗ്രഫിയുടെ ഏരിയയിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ദ ഓപ്പണിംഗ് ടൈം ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസ് ഇൻ ഇന്ത്യ 9 AM. IST എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ്. വാട്ട് വിൽ ബി ദ ലോക്കൽ ടൈം ഓഫ് ഓപ്പണിംഗ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസ് ലൊക്കേറ്റഡ് 77 degree നോർത്ത് ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ് നിയർ ബംഗളൂരു ആൻഡ് 91 degree 15 east longitude near Agartala respectively. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ പ്രൊസീജിയറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിന്റെ കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ളത് 82 degree 30 east longitude ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. സിൻസ് ദ എർത്ത് റൊട്ടേറ്റ് 360 degree in 24 hours, every 1 degree longitude equal to a 4 minute time difference. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 minute ടൈം ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ കാൽക്കുലേഷൻസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ബംഗളൂരു, അതായത് 77 degree 30 east ബംഗളൂരിലെ ടൈം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ISTയുമായിട്ടുള്ള ഡിഫറൻസ് നോക്കുക. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 82 degree 30 east ആണ്. പക്ഷെ ബംഗളൂരുവിലെ എന്ന് പറയുമ്പോൾ 77 degree 30 east ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 5 degree ആണ്. ഓക്കെ, ദെൻ ഇവിടെ 4 minutes ആണ് ടൈം ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 ഡിഗ്രീനോടൊപ്പം ഈ 4 minutes മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20 minutes ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ബംഗളൂരിലെ ടൈം എന്ന് പറയുന്നത് 20 minutes കുറവായിരിക്കും. അതായത് മറ്റുള്ള ഓഫീസിൽ 9 മണിയാകുമ്പോൾ അതിനേക്കാളും 20 minute കുറഞ്ഞിട്ടായിരിക്കും ബംഗളൂരിലെ കേസ് വരുന്നത്. അപ്പോൾ 9 AM minus 20 minutes. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 8:40 AM ആണ്. ഇനി അഗർത്തലയിലെ കേസ് എടുക്കുകയാണെങ്കിൽ 91 degree 15 east ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 91 degree 15 ഈസ്റ്റിൽ നിന്ന് വേണം നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പ്ലസ് ചെയ്യാൻ. അപ്പോൾ 8 degree 45 ഈസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 8 and 45 എന്ന് പറഞ്ഞു വരുമ്പോൾ 8 ഡിഗ്രീനോടൊപ്പം നമ്മൾ 4 minutes തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് ഈ 45 എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ 45/60 into 4 എടുത്ത് വേണം കാൽക്കുലേഷൻ നടത്താൻ. അപ്പോൾ വരുന്ന ഒരു കാര്യമാണ് 32 + 3 എന്ന് പറഞ്ഞ് വരും. അപ്പം ആൻസർ വന്നിട്ടെന്ന് പറയുമ്പോൾ 32 + 3 എന്ന് പറയുമ്പോൾ 35 minutes ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ടൈം വരുന്നത് 9:35 AM ആണ്.
അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 8:40 AM ആൻഡ് 9:35 AM ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് റിനൈസൻസുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയിൽ നിന്നുമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് അബൌട്ട് രാജാറാം മോഹൻ റോയ് is not correct എന്നുള്ളതാണ്. He founded a reform association known as Brahmo Sabha. He was against spreading the knowledge of Western education in India. He began campaign against the practice of sati. He wanted greater freedom and equality of women. So ഫസ്റ്റ് വന്നിട്ട് ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വെസ്റ്റേൺ എഡ്യൂക്കേഷനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയിയുടേത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. സോ ഹി ബിലീവ് ദാറ്റ് ഇൻകോർപ്പറേറ്റിംഗ് മോഡേൺ സയന്റിഫിക് നോളജ് ആൻഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് എസെൻഷ്യൽ ഫോർ ദ സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ റിഫോം ഇൻ ഇന്ത്യ. സോ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഹിന്ദു കോളേജ് കൽക്കത്തയിൽ 1817 വെസ്റ്റേൺ സ്റ്റൈൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹി ഫൗണ്ടഡ് വേദാന്ത കോളേജ് വിച്ച് ഓഫേർഡ് കോഴ്സസ് ബോത്ത് ഇന്ത്യൻ ലേണിംഗ് ആൻഡ് വെസ്റ്റേൺ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ സയൻസ്. സോ ഹി ഫൗണ്ടഡ് ബ്രഹ്മസഭ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. കാരണം 1828 അദ്ദേഹം ബ്രഹ്മസഭ രൂപീകരിച്ചു. പിന്നീട് അത് ബ്രഹ്മ സമാജമായിട്ട് മാറിയിട്ടുണ്ട്. So this organization aimed to reform Hindu society by promoting monotheism and denouncing idol worship. He began a campaign against sati. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതേപോലെ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇതെന്ന് പറയാം. കാരണം അദ്ദേഹം സതിക്ക് എതിരായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ സതി എന്ന് പറയുന്ന ഒരു അനാചാരം ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഹിസ് പെർസിസ്റ്റ് എഫർട്ട് ആൻഡ് പെറ്റീഷൻ ലെഡ് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ലോർഡ് വില്യം ബെറ്റ്നിക് ടു ഫോർമലി ബാൻ ദ പ്രാക്ടീസ് ഓഫ് സതി ഇൻ 1829. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു എഫർട്ടിന്റെ ഭാഗമായിട്ടാണ് വില്യം ബെറ്റ്നിക്ക് ഈ ഒരു സതി പ്രാക്ടീസ് ഫോർമലായിട്ട് നിർത്തലാക്കിയത് 1829. So he wanted greater freedom and equality for women. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം രാജാറാം മോഹൻ റോയ് വാസ് ദ പയനിയർ ഓഫ് വുമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഹി campaigned against the child marriage and polygamy while advocating for women inheritance rights and their right to be educated. അപ്പോൾ ഇതിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ റോങ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് വെസ്റ്റേൺ എഡ്യൂക്കേഷന് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ളതാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റിനകത്ത് വരാൻ സാധ്യതയുള്ളത്. താങ്ക് യു ഫോർ ലിസണിങ്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യാവസാനം വരെ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന് ഒരു മുതൽക്കൂട്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിൽ പോലും എക്സാമിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു ചുരുങ്ങിയ കാലയളവെന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സിലബസിനെ ആസ്പദമാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മുൻവർഷങ്ങളിൽ ലഭ്യമാകുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക.